അത് ഏകദേശം നമ്മൾ അടുത്തെത്താനായിട്ടുണ്ട്. നമ്മുടെ വലത് ഭാഗത്തായിട്ടാണ് ഈ വാദി ഹുനൈൻ. യുദ്ധം കറക്റ്റ് എവിടെ വെച്ച് നടന്നു എന്നുള്ളത് വ്യക്തമായ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ വാദി ഹുനൈൻ എന്ന് പറയുന്ന താഴ്വരയിൽ എവിടെ വെച്ചിട്ടാണ്. പക്ഷെ ആ ഒരു താഴ്വര വരുന്നത് നമ്മുടെ വലത് ഭാഗത്തേക്കായിട്ട്. കുറച്ചുകൂടി മുമ്പിലോട്ട് പോയ വലത് ഭാഗം മൊത്തം വാദി ഹുനൈൻ എന്ന് പറയുന്ന ഏരിയ ആണ്. ഹുനൈൻ യുദ്ധം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 10,000 വരുന്ന ഒരു സഹാബത്ത് അവർ മദീനയിൽ നിന്ന് ഹിജ്റ 8ാമത്തെ വർഷം ഇവിടുന്ന് മക്കയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം 8 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യണം, മക്ക കീഴടക്കാൻ വേണ്ടി തിരിച്ചു വരികയാണ്. അന്ന് നമ്മൾ ഇന്നലെ മിനിയാന്ന് പോയിരുന്ന ബീറുദീതുവ എന്ന് പറയുന്ന കിണറിന്റെ അടുത്ത് വന്ന് ഇറങ്ങുകയും അവിടുന്ന് സൈന്യത്തെ വിഭജിച്ച് മക്കയിൽ നിന്ന് എല്ലാ ഭാഗത്തു കൂടി, മക്കയുടെ എല്ലാ ഭാഗത്തു കൂടി ഒരുമിച്ച് കയറുകയും അങ്ങനെ മക്ക കീഴടക്കുകയും ചെയ്ത ഒരു സമയമാണ് ഹിജ്റ 8ാം വർഷം. ആ ഒരു സമയത്താണ് തായിഫുകാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് മക്കയും മദീനയും റസൂലുള്ളാഹിക്ക് കീഴടങ്ങി, ഇനിയിപ്പോൾ ഉള്ളത് നമ്മളാണ്. അതായത് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനിയുള്ള ഒരു പട്ടണം എന്ന് പറയുന്നത് നമ്മളാണ്. അങ്ങനെ ഇരിക്കാൻ തായിഫുകാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയും മാലിക് ബിൻ ഔഫ് അൻ-നദ്രി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു അവരുടെ നേതൃത്വത്തിൽ 30,000 വരുന്ന ഒരു സൈന്യം തങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആയിട്ട് യുദ്ധത്തിന് വരികയാണ്. അപ്പൊ അവര് തായിഫിൽ നിന്ന് പുറപ്പെടുകയും ആ വാർത്ത അറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂടെ മദീനയിൽ നിന്ന് വന്ന 10,000 പേരും പിന്നീട് മക്കയിൽ പുതുതായി ഇസ്ലാം കടന്നു വന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു 2,000-ഓളം പേരും, അങ്ങനെ 12,000-ഓളം വരുന്ന ഒരു സൈന്യവുമായിട്ട് തായിഫിന്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ടും, കാരണം അവരിങ്ങോട്ട് പോന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോകുന്നതാണ്. പക്ഷെ സംഭവിച്ചാല് ഈ തായിഫുകാരായിട്ടുള്ള ആളുകൾ ആദ്യം തന്നെ ഈ വാദി ഹുനൈൻ, ഇപ്പൊ നമ്മളെ വലത് ഭാഗത്തുള്ള വാദി ഹുനൈൻ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഉറങ്ങിയാൽ ഇതൊക്കെ മിസ്സാവും, പിന്നെ തായിഫ് പോയത് വെറുതാവും. അപ്പൊ ഇനി നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയാലാണ് ഹുനൈൻ താഴ്വര സ്റ്റാർട്ട് ചെയ്യുക. ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട് അവിടെ. ആ ഒരു 5 മിനിറ്റ് കൂടി പോയാൽ തായിഫിന്റെ ഹുനൈനിന്റെ താഴ്വര എത്തും. ആ ഒരു മേൽപ്പാലുണ്ടാവും കഴിഞ്ഞിട്ട് ഞാൻ നോക്കാൻ പറയുമ്പോൾ നോക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഏതായാലും അങ്ങനെ ഇവരാദ്യം ശത്രുക്കളായിട്ടുള്ള 30,000-ഓളം വരുന്ന അവരാദ്യം ഹുനൈനിൽ വന്നിട്ട് മലന്റെ പിറകിലും മറ്റൊന്നും ആൾക്കാർ ശ്രദ്ധിക്കാത്ത രീതിയിൽ എന്ത് ചെയ്ത് തമ്പടിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 12,000-ഓളം വരുന്ന സഹാബത്തും പിന്നീട് ഇങ്ങനെ ഹുനൈനിലേക്ക് കയറി വരികയും ഫ്രണ്ടിലുണ്ടായിരുന്നു, യുദ്ധത്തിന്റെ മുന്നിലുണ്ടായിരുന്നത് ഈ ഇസ്ലാമിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന ദീന് ഈമാൻ അത്രത്തോളം മനസ്സിലേക്ക് ഇറങ്ങാത്ത ആളുകളാണ്. അവരെ നയിച്ചിരുന്നത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പൊ അവരും മുമ്പില് 2,000-ഓളം പേര് റസൂലുള്ളാഹിയും പിന്നെ 10,000-ഓളം വരുന്ന മദീനയിൽ നിന്ന് വന്ന സഹാബത്ത് എന്ത് ചെയ്തു പിന്നിലും. അപ്പൊ അവരിങ്ങനെ ഹുനൈനിലേക്ക്, ഇപ്പൊ നമ്മളെ വലത് ഭാഗത്ത് വരുന്ന കേട്ടോ ഹുനൈൻ ഭാഗം എന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, ആ ഉറങ്ങുന്നവരൊക്കെ നീപ്പിച്ചിട്ട് ഹുനൈന് കാണിച്ചു കൊടുക്കട്ടോ, പിന്നെ അവർ കണ്ടില്ല എന്ന് പറയരുത്. അപ്പൊ ഈ വലത് ഭാഗത്ത് ഉള്ള ഏരിയയാണ് ഹുനൈൻ. അപ്പൊ അവരെന്ത് ചെയ്തു, ആദ്യം ഒന്ന് ഇവിടെ കാത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മുമ്പിലേക്ക് ഇങ്ങനെ വന്ന സമയത്ത് ഒറ്റയടിക്ക് അവരെന്ത് ചെയ്തു, അമ്പെയ്ത്തും കാര്യങ്ങളായിട്ട് ഒറ്റ സമയത്ത് എന്ത് ചെയ്തു. അപ്പൊ ഇവര് ഈ ഒരു മലന്റെ മറ്റൊക്കെ പിറകിൽ ഒളിച്ചു നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്ത് നേരെ വന്നു. ഒറ്റയടിക്ക് അവരെന്ത് ചെയ്തു, ആക്രമണം ആരംഭിച്ചു എന്നാണ്. അസ്ത്രങ്ങളൊക്കെ എന്താണ് മഴ വർഷിക്കുന്ന മാതിരി വന്നു. അപ്പൊ ആദ്യം മുമ്പിൽ നിന്നിരുന്നത് ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ഈമാൻ എത്രത്തോളം ഉറച്ചിട്ടില്ലാത്തവർ. അപ്പൊ അവരെന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും ആദ്യത്തെ അവർ തിരിച്ചടിയിൽ എന്ത് ചെയ്തു, പേടിച്ചിട്ട് എന്ത് ചെയ്തു, അവരുടെ ഒട്ടകങ്ങളും കുതിരകളും ഒക്കെ തിരിച്ചോടാൻ ആരംഭിച്ചു എന്നാണ്. അതായത് അമ്പെയ്ത്ത് നിർത്താം. അപ്പൊ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഒട്ടപ്പുറത്ത് കുതിരപ്പുറത്തുനിന്ന് വീണു, പരിക്ക് പറ്റി. അതുപോലെ തന്നെ ഇതിന് മുമ്പിലുണ്ടായിരുന്ന ആദ്യം വന്ന 2,000-ഓളം പേര് പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന അവരെന്ത് ചെയ്തു, പിന്തിരിഞ്ഞ് ഓടിയ സമയത്ത് അവരുടെ ഒട്ടകങ്ങളെയും കുതിരകളെയും കണ്ടിട്ട് എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെയും കുതിരകളും ഒട്ടകങ്ങളും ഭയന്നിട്ട് അവരും പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങിയതാണ്. ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ നമ്മളെ വലത് ഭാഗത്ത് നടക്കുന്ന ഈ വാദി ഹുനൈനിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്ത് എന്ത് ചെയ്തു, സഹാബത്ത് എന്ത് ചെയ്തു, പിന്തിരിഞ്ഞോടിയെന്നാണ്. അന്ന് എന്ത് ചെയ്തു, 30,000-ഓളം വരുന്ന അവർ വിചാരിച്ചു വിജയിച്ചു, കാരണം അവർ അത്രയും ശക്തമായ ആക്രമണമാണ് മുമ്പ് സഹാബത്ത് പിന്തിരിഞ്ഞോടാൻ ആരംഭിച്ചു. അന്ന് യുദ്ധത്തിൽ ഈ യുദ്ധഭൂമിയിൽ ഉറച്ചു നിന്ന ഏക ആള് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ മാത്രമാണ്. കാരണം അള്ളാന്റെ റസൂൽ എന്ത് ചെയ്യുന്നില്ല, അന്നാണ് അള്ളാന്റെ റസൂലിന്റെ ശുജാഅത്ത് എന്താണ്, അല്ലെങ്കിൽ ധൈര്യം എന്താണെന്നുള്ള സഹാബത്ത് മനസ്സിലാക്കി. 30,000-ഓളം വരുന്ന ശത്രുക്കൾ ഒരുമിച്ച് വന്നിട്ട് റസൂലുള്ള ഒരു കോവർ കഴുത ഉണ്ട്, വെള്ള കഴുത, അതായത് ഒട്ടകത്തിന്റെ കുതിരന്റെയും ഒട്ടകത്തിന്റെയും മിക്സ് ആയിട്ട് വരുന്നൊരു സംഭവമാണ് ഈ കോവർ കഴുത എന്ന് പറയുന്നത്. കോലം ഏകദേശം കുതിരന്റെ പോലെ ഉണ്ടാവും, പക്ഷെ കഴുതന്റെ അതേ സ്ട്രെങ്ത് ഉണ്ടാവും, അതേ അത്രയും ആരോഗ്യം ഉണ്ടാവും, എത്രയും ദൂരം നടന്നോളും. അപ്പൊ ഇപ്പൊ നമ്മൾ വലത് ഭാഗത്തേക്ക് നോക്കി ഒട്ടകങ്ങളൊക്കെ കാണട്ടോ. വലത് ഭാഗത്ത് ഈ ഒരു ഭാഗമാണ് വാദി ഹുനൈൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തെല്ലാം പിന്തിരിഞ്ഞോടിയപ്പോ റസൂലുള്ളാഹി ഒറ്റക്ക് ഉറച്ചു നിന്നിട്ട് പറഞ്ഞു, അന്ന് ആദ്യമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അനൻ നബിയുൽ അകദീം, ഞാനെന്തല്ല കള്ളപ്രവാചകനല്ല, അനബിൻ അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണെന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ മക്കയിലെ വല്യപ്പാലേക്ക് വാപ്പായിലേക്ക് ചേർത്തിയല്ല പറഞ്ഞു, വല്യപ്പയായിരുന്നു. കാരണം
അബ്ദുൽ മുത്തലിബ് എന്തായിരുന്നു? മക്കയിലെ നേതാവായിരുന്നു. അന്നത്തെ അറബികൾക്കൊക്കെ അബ്ദുൽ മുത്തലിബിനെ അറിയാം. അപ്പൊ റസൂൽ ആദ്യമായിട്ട് പറഞ്ഞു അനബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്, ഞാൻ പിന്തിരിഞ്ഞോടൂല എന്ന് പറയുകയും റസൂൽ ഒറ്റക്ക് 30,000 നേരിടാൻ പോവാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ കൂടെ ആ ഒരു യുദ്ധത്തിൽ ഉറച്ചു നിന്ന 9 പേര് മാത്രമാണ്. അവരുടെ ജീവിതം, അവരുടെ ലൈഫ് എന്ന് പറഞ്ഞ റസൂൽ തന്നെ. ആരൊക്കെയാണ്? സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മോനായി വളർന്നിരുന്ന, അതേപോലെ നമ്മുടെ ഉമ്മൈമൻ റളിയല്ലാഹു അൻഹയുടെ മക്കളുണ്ട്. അവര് ഉമ്മൈമൻ എന്ന് പറയുന്നത് ആമിന ബീവിന്റെ വേലക്കാരിയായിരുന്നു. റസൂലുള്ളാഹിന്റെ പോറ്റി വളർത്തിയ ഉമ്മയാണ്. അപ്പൊ അവരുടെ കുട്ടികൾ, അതേപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ നമ്മള് അന്ന് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു ഒരു ബെയ്ത്ത് പാടിയപ്പോ റസൂലുള്ളാഹിന്റെ മൂത്താപ്പാന്റെ കുട്ടി റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച് ബെയ്ത്ത് പാടി അറിയില്ലേ? അവർ അബൂ സുഫിയാനെ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ അബൂ സുഫിയാൻ എന്ന് പറയുന്നത് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അവരും റസൂലുള്ളാഹിന്റെ കൂടെ ഉറച്ചു നിന്നു എന്നാണ്. ഒരു സമയത്ത് റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കിയപ്പം ഇവരിങ്ങനെ പടയങ്കിയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ആരെ കൂടെ നിൽക്കുന്ന ആളെന്ന് ചോദിച്ചു. ആരാണ് ചോദിച്ചു. ഞാൻ അബൂ സുഫിയാനാണ്. ഏത് അബൂ സുഫിയാൻ? ഞാൻ നിങ്ങൾ മുലകുടിയുള്ള സഹോദരൻ അബൂ സുഫിയാനാണെന്ന് പറയുക. കാരണം അവരെ പണ്ട് ആക്ഷേപിച്ചിരുന്നത് പിന്നെ റസൂലുള്ളാഹിന്റെ കൂടെ ഉറച്ചു നിന്ന 9 പേരിൽ അവരും ഒരാളായിരുന്നു എന്നാണ്. ഈ അബൂ സുഫിയാൻ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ റളിയല്ലാഹു അൻഹു മൂത്താപ്പാന്റെ കുട്ടി, അവര് മൂക്കയറും അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ കോവർക്കഴുതന്റെ വാലും പിടിച്ച് പിന്നിലേക്ക് പോയി. കാരണം റസൂലുള്ളാഹി 30,000 ആൾക്കാരുടെ അങ്ങോട്ട് പോവാണ് ഒറ്റക്ക്. അപ്പൊ ഇവര് തിരിഞ്ഞ് ഇങ്ങോട്ട് വലിച്ചു പിടിച്ചു എന്നാണ്. കാരണം അത്രത്തോളം. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്ത് ഈ അസ്ഹാബു സമറിനെ വിളിക്കുന്നു. അതായത് ആ പിന്തിരിഞ്ഞോടുന്ന സാഹബത്തിനെ നോക്കിയിട്ട് ഈ അബ്ബാസ് റളിയല്ലാഹുവിന്റെ പ്രത്യേകത വെച്ചാൽ ഭയങ്കര സൗണ്ട് ആയിരുന്നു എന്നാണ്. അന്ന് അറേബ്യയിലെ ഏറ്റവും കൂടുതൽ സൗണ്ട് ഉള്ളതാണ്. ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ എന്ത് ഒരുപാട് ദൂരം കേൾക്കുമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? അബ്ബാസ് റളിയല്ലാഹു അസ്ഹാബു സമറിനെ വിളിക്കുന്നത്. ആരെയും അസ്ഹാബു സമറ അറിയോ? നമ്മള് ഹുദൈബിയയിൽ പോയില്ലായിരുന്നോ? ഹുദൈബിയയിൽ പോയപ്പോ 1400 പേര് ബയ്യാത്ത് ചെയ്തില്ല. ഞങ്ങൾ പിന്തിരിഞ്ഞോടൂല റസൂൽ എന്ന് പറഞ്ഞിട്ട് വാള് മാത്രം കയ്യിൽ വെച്ച്. ഇവരാണ് അസ്ഹാബു സമറ. അതായത് ഹുദൈബിയയിൽ വെച്ച് ആ സന്ധി. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു ഉറക്കം വിളിച്ചു, യാ അസ്ഹാബു സമറ, തിരിച്ചു വരും അള്ളാന്റെ റസൂൽ അവിടെ. അപ്പൊ ഈ ഓടുന്ന സഹാബത്ത് ഈ വാക്കത്താ കേൾക്കണം, ഇത് അസ്ഹാബു സമറ. അപ്പൊ അവർക്ക് പെട്ടെന്ന് എന്ത് റസൂലിനോട് ഞങ്ങൾ ബയ്യത്ത് ചെയ്ത ആൾക്കാരാണല്ലോ ഹുദൈബിയയിൽ വെച്ച് തിരിഞ്ഞോടൂലാന്ന്. അപ്പൊ അവർക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരികയും അവരെല്ലാരും തിരിച്ച് തങ്ങളുടെ കുതിരയൊക്കെ വലിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എന്ത് ചെയ്തു? കുതിരനെ വിട്ടിട്ട് ആയുധം എടുത്തിട്ട് നടന്നിട്ട് ഓടി വന്നു റസൂലിന്റെ അടുത്തേക്ക്. അങ്ങനെ 1400 പേര് എന്ത് ചെയ്തു? ഓടി റസൂലിന്റെ അടുത്തേക്ക് വന്നു. വീണ്ടും യുദ്ധം ആരംഭിച്ചു. പിന്നെ റസൂൽ പറഞ്ഞു അസ്ഹാബുൽ ഖുർആനെ വിളിക്കാൻ പറഞ്ഞു. അതേപോലെ അൻസാരികളെ, മദീനക്കാരെ പ്രത്യേകം വിളിക്കാൻ പറഞ്ഞു, അൻസാർ. അതോടെ അൻസാരികൾ ഓടി വന്നു. അങ്ങനെ സഹാബത്തിന് എന്ത് ചെയ്തു? തിരിഞ്ഞോടാ മീൻസ് ഈ എന്താണ് ആദ്യം മുമ്പിലുള്ള ഒട്ടകങ്ങൾക്കൊക്കെ പേടിച്ചപ്പോ ഈ സഹാബത്തിന്റെ കയ്യിലുള്ള ഒട്ടകങ്ങളും കുതിരകളും പേടിച്ചു. അന്ന് അങ്ങനെയല്ല വാഹനം. അപ്പൊ അവയും കൂടി ഓടിയതാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അങ്ങോട്ട് തിരിച്ച് വലിച്ചിട്ട് കിട്ടാത്ത പോലെ എന്ത് ചെയ്തു? ആ കുതിരകളെ ഒട്ടകളൊക്കെ ഒഴിവാക്കി വിട്ടിട്ട് നടന്ന് എന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരികയും അങ്ങനെ യുദ്ധം ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്തു? ഹുനൈൻ യുദ്ധം ആദ്യം പരാജയത്തിലേക്ക് പോയെങ്കിലും പിന്നീട് എന്ത് ചെയ്തു? വിജയിച്ചു എന്നാണ്. അപ്പൊ ആ യുദ്ധം നടന്ന് നമ്മൾ വലതു ഭാഗത്തുള്ള ഹുനൈനിൽ എവിടെ വെച്ചിട്ടാണ്, എവിടെയാണെന്ന് കൃത്യമായിട്ട് എന്തില്ല ചരിത്രത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. വാദി ഹുനൈനിൽ വെച്ചിട്ടാണ് എന്ന് മാത്രം. മക്കന്റെയും തായിഫിന്റെയും ഇടയിലുള്ള ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന ഈ വാദിയിൽ വെച്ചിട്ടാണ് യുദ്ധം നടന്നതെന്നാണ് ചരിത്രം. പിന്നീട് ആ യുദ്ധത്തിൽ അവര് പിന്തിരിഞ്ഞു ഓടി. ആര്? ഈ തായിഫിൽ 30,000 വരുന്ന അവരവരുടെ സ്ത്രീകളെയും ആയുധങ്ങളും സമ്പത്തും ഒക്കെ ഇവിടെ ഇട്ടിട്ട് എന്ത് ചെയ്തു? പിന്തിരിഞ്ഞു ഓടി തായിഫിലേക്ക്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അവരെ പിന്നാലെ പോവുകയും അങ്ങനെ അവർ തായിഫിലെത്തി അവരുടെ കോട്ടക്ക് ഉള്ളിൽ കയറി അവിടെ ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും 40ഓളം ദിവസം അവർ ഉപയോഗിച്ചെങ്കിലും എന്തില്ല, കോട്ട കീഴടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ റസൂലുള്ളാഹി തിരിച്ചു വന്ന് ജയറാനയിൽ വരുമ്പോഴാണ് നമ്മൾ മിഞ്ഞാന്ന് പോയില്ലേ, അവിടെ നടന്ന സംഭവങ്ങൾ, സ്വന്തം സഹോദരിയായ ഷൈമാനെ കാണുന്നതും ഉമ്മയായ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയെ കാണുന്നതും ഗനീമത്ത് വിതരണം ചെയ്തതും അൻസാരികൾ കരയുകയും മറ്റൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നടത്തിയത് പിന്നെ ജയറാനിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ ഒരു വാദി ഹുനൈൻ ഇസ്ലാമിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗനീമത്ത് ലഭിച്ച യുദ്ധങ്ങളിൽ ഒന്നായ, ഏറ്റവും റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ അവസാന യുദ്ധങ്ങളിൽ ഒന്നായിട്ടുള്ള ഹുനൈൻ യുദ്ധം നടക്കുന്നത് ഇപ്പൊ നമ്മുടെ വലതു ഭാഗത്തുള്ള ഈ ഹുനൈൻ താഴ്വരയിൽ വെച്ചിട്ടാണ്.